പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മൾ ലഗ്നാലുണ്ടാകുന്ന വിശേഷപ്പെട്ട യോഗങ്ങളെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ സൂര്യചന്ദ്രന്മാരൊഴിച്ചുള്ള ഗ്രഹങ്ങൾ വന്നാൽ സുശുഭായോഗവും, അപ്രകാരം 12ാം ഭാവത്തിൽ വരികയാണെങ്കിൽ അശുഭായോഗവുമാണെന്ന് നാം വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി ലഗ്നാൽ 2ലും 12ലും സൂര്യനൊഴിച്ചുള്ള പഞ്ചഗ്രഹങ്ങളുടെ സാന്നിധ്യമുണ്ടെങ്കിൽ, യോഗമുണ്ടെങ്കിൽ, ആ യോഗത്തിനാണ് കർത്തരി യോഗമെന്ന് പറയുന്നത്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പ്രേക്ഷകർക്കറിയാം ഒരു വിശേഷപ്പെട്ട യോഗമാകുന്നു കർത്തരി യോഗം. അത് ലഗ്നത്തിന് ബലം കൊടുക്കുന്നു. കർത്തരി യോഗമുള്ള വ്യക്തിക്ക് ലഗ്നത്തിന് ബലം ലഭിക്കുന്നു എന്നൊരു വിശേഷപ്പെട്ട സൗഭാഗ്യം ഈ യോഗത്തിലൂടെ ലഭിക്കുന്നു. ഇനി കർത്തരി യോഗത്തിൻ്റെ ലക്ഷണം എന്താണ് ആചാര്യർ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. കർത്തരി യോഗേ ജാതോ ബലവാൻ സ്വകുലാധിപോ മഹോത്സാഹി. കർത്തരി യോഗേ പാപൈഹി പരദേശഗതോ വിഷാഗ്നിശസ്ത്ര ഹതഃ. ഇവിടെ കർത്തരി യോഗത്തിൽ ശുഭഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് 2, 12 ഭാവങ്ങളിൽ ഉള്ളതെങ്കിൽ അതിനെയാണ് ആചാര്യൻ ആദ്യം വിശദീകരിക്കുന്നത്. അപ്രകാരം ശുഭഗ്രഹങ്ങൾ കർത്തരി യോഗത്തിൽ വരികയാണെങ്കിൽ, ലഗ്നാൽ 2ലും 12ലും സൂര്യനൊഴിച്ച് വരികയാണെങ്കിൽ ആ വ്യക്തി ബലവാനും തൻ്റെ കുലത്തിൽ, തൻ്റെ വംശത്തിൽ പ്രധാനിയുമായി ഭവിക്കുന്നു. അദ്ദേഹം വളരെയധികം ഉത്സാഹശാലിയായി ഉത്സാഹത്തിലൂടെ കാര്യങ്ങൾ നേടി അപ്രകാരമാണ് തൻ്റെ കുലത്തിന് പ്രധാനപ്പെട്ട വ്യക്തിയായി മാറുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി കർത്തരി യോഗത്തിൻ്റെ യോഗകർത്താക്കളായി പാപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ പാപഗ്രഹങ്ങൾ 5 ഗ്രഹങ്ങളിൽ സൂര്യനും ചന്ദ്രനുമില്ല. ശനിയും ചൊവ്വയും പാപഗ്രഹങ്ങളാണ്. ശുഭഗ്രഹങ്ങൾ ബുധനും വ്യാഴവും ശുക്രനുമാണ്. അതുണ്ടാക്കുന്ന ശുഭകർത്തരി യോഗം നാം ചർച്ച ചെയ്തു. ഇനി പാപഗ്രഹങ്ങളായ ചൊവ്വയും ശനിയും ഉണ്ടാക്കുന്ന കർത്തരി യോഗത്തിൻ്റെ ഫലം ഇപ്രകാരമാകുന്നു. ആ വ്യക്തി അന്യദേശത്ത് വസിക്കുകയും തൻ്റെ ദേശം വിട്ട് ദൂരസ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരും. അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിന് വിഷം, അഗ്നി, ആയുധം മുതലായവ കൊണ്ട് അപകടങ്ങൾ, മരണം പോലും ആചാര്യൻ പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങേയറ്റം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ സംജാതമാകുകയും ചെയ്യുന്നു. അതിനാൽ കർത്തരി യോഗം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, ശുഭഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിന് വളരെയധികം മഹത്വമുണ്ട്. പാപഗ്രഹങ്ങളാണെങ്കിൽ അതിന് അതിൻ്റേതായ പോരായ്മകളുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.